നമസ്കാരം, ഫാം ട്രക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടിയിൽ പാലേലിയിലാണ്. ബാംഗ്ലൂരിലെ തിരക്കേറിയ IT ജീവിതത്തിന്റെ വിരസതയിൽ നിന്നും കൃഷിയെ പ്രണയിച്ച് സ്വന്തമായിട്ടൊരു അടിപൊളി പീസ്ഫുൾ കാം ആയിട്ടുള്ള ഫാം ലാൻഡ് സെറ്റ് ചെയ്തേക്കുന്ന പ്രശാന്ത് ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് കളത്തിൽ ഫാമിന്റെ വിശേഷങ്ങളിലേക്ക്. ഹലോ ചേട്ടാ, ഇതാണ് നമ്മുടെ ഫാമിന്റെ ഓണർ പ്രശാന്ത് ചേട്ടൻ. അപ്പൊ ചേട്ടൻ ഒരു ഫാം ടൂറിസം ലെവലില് ഫാം ലാൻഡ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഇതെന്നാണെങ്കിൽ എൻ്റെ ഈ ഫാം ബാക്ക് 2019 സെറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. പണ്ട് റബ്ബർ പ്ലാന്റേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഫുൾ കട്ട് ചെയ്ത് മറ്റൊരു പയ്യങ്ങ് സെറ്റ് ചെയ്ത് തുടങ്ങിയ ഫാമാണിത്. ഇത് ഇപ്പൊ ഈ ഫാമിൻ്റെ അകത്ത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ മൊത്തവും കുറെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ തെങ്ങ്, വാഴ, പ്ലാവ്. ബേസിക്കലി ഇത് പറയണമെങ്കിൽ ഇത് ഒരു ഓർഗാനിക് ഇന്റഗ്രേറ്റഡ് മൾട്ടി ലെയർ ഫാമാണത്. ഇത് ഓർഗാനിക് രീതിയാണ് ഇവിടെ കൃഷി ചെയ്യണത്. ഇതെല്ലാം കൂടെ ഒരു ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഇന്റഗ്രേറ്റഡ് മൾട്ടി ലെയർ ഫാം. നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ ഓരോന്ന് പഠിക്കണത്, അതിനെ ഇവിടെ ഓരോരോ കാര്യങ്ങൾ പഠിക്കണത് ഇവിടെ തന്നെ അത് ചെയ്ത് നോക്കുന്നു, ട്രൈ ചെയ്ത് നോക്കുന്നു. എല്ലാം സക്സസ് ആവില്ല, കുറേയൊക്കെ സക്സസ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ രീതിയിൽ. ഇത് ഓർഗാനിക് ലെവൽ ഫാമിംഗ് ആണ്. ഇന്റഗ്രേറ്റഡ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കുറേ സാധനങ്ങൾ ഇവിടെ തന്നെയാണ് റീയൂസ് ചെയ്യണതും എല്ലാം. ഇവിടെ കോഴി, താറാവ്, മീന്, വെർമി കമ്പോസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കണമുണ്ട്. പിന്നെ മൾട്ടി ലെയർ എന്ന് പറയാൻ കാരണം നമ്മളിപ്പം ട്രഡീഷണൽ ഫാമിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ മരങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ഇപ്പം നമ്മളിപ്പോൾ 2 തെങ്ങ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടവേളകൾ കുറവായിരിക്കും, ചിലയിടത്ത് വയ്ക്കുക പോലും ഇല്ല. അപ്പം നമ്മൾ സ്ഥലങ്ങൾ ഓവറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണില്ല. ഈ മൾട്ടി ലെയർ ടെക്നിക്ക് ഇതിപ്പം കുറച്ച് കോമൺ ആയിട്ട് പറഞ്ഞ ടെക്നിക്കാണ്. അപ്പം നമ്മൾ മാക്സിമം സ്ഥലം യൂസ് ചെയ്ത് എങ്ങനെ ഫാമിന് നമുക്ക് ഇതാക്കി എടുക്കുക എന്നുള്ളതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പൂത്തതുണ്ടല്ലോ, ഹാർവെസ്റ്റ് ചെയ്തായിരുന്നോ റീസെന്റ് ആയിട്ട്? ഇപ്പം തുടങ്ങി. ഇപ്പോഴാണ് സീസൺ, ഇപ്പോഴാണ് ഹാർവെസ്റ്റിംഗ് സീസൺ. ഇതുവരെ എല്ലാം കൂടെ ഒരു 5-6 കിലോ ആയി. പിന്നെ ഇപ്പൊ എല്ലാം കാച്ച് മുട്ടൊക്കെ വന്നിരിക്കണേ ഉള്ളൂ. ഇനി അടുത്തൊരു 1-2 മാസം നല്ലൊരു ഹാർവെസ്റ്റ് ആണ് ഇത്തവണ. ഇത് ഇവിടുത്തെ ഈ മണ്ണൊക്കെ മാറ്റി ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ടാണ് ഇത് വെർമി കമ്പോസ്റ്റിന് ഇത് യൂണിറ്റ് സെറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ ഇത് ഭാവിയിൽ ഇവിടെ ഒരു ആടിനെയൊക്കെ വളർത്താനുള്ള തട്ടടിച്ച് ആട് വളർത്താനുള്ള സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതിനാണ് ഈ സ്ഥലം ഇട്ടേക്കുന്നത്. ഭാവിയിൽ ഇവിടെ ആടൊക്കെ വളർത്താൻ തട്ട് കെട്ടി അതിന്റെ കൂട് കെട്ടാനാണ് ഈ സ്ഥലം ഇട്ടേക്കുന്നത്. ഇപ്പൊ ഇല്ല, അതിനുവേണ്ടിയാണ് ഈ സ്ഥലം തന്നെ കറക്റ്റ് ആയിട്ട് വെച്ച് ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി തട്ടൊക്കെ അടിച്ച് മറ്റേ നമ്മുടെ തടിക്കൂട്. പിന്നെ ഇതൊക്കെ ചേട്ടൻ തന്നെ ഫാം ടൂറിസം എന്നുള്ള ഒരു പദ്ധതിയുടെ ഒരു കണ്ടുകൊണ്ട് ചെയ്തിട്ടേക്കുന്നതാണ്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും എൻ്റെ ഒന്നും കൂടുതൽ ഐഡിയാസ് ഇവിടെ ജോലിക്ക് പുള്ളിയുടെയാണ് ഐഡിയാസ് കൂടുതൽ. ഇനിയിപ്പോ വെള്ളമൊക്കെ ഒഴി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിരിക്കും അല്ലേ? പിന്നെ ഇവിടെ തന്നെയുള്ള പാറകളൊക്കെ ആയിരുന്നു. ആ പാറകളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ അവിടെ വാങ്ങിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ആ വളവിന്റെ അവിടെ ഒരു ചെറിയൊരു മുട്ടപ്പാറയുണ്ട്. ആ മുട്ടപ്പാറയുടെ മൊത്തം ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടിനെ വളർത്തി ഇങ്ങോട്ടേക്കാണ്. മുട്ടപ്പാറ നിറഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട്. അതേപോലെ തന്നെ അതിന്റെ ഇരിക്കാൻ വേണ്ടി അതിന് കവറിങ് കൊടുക്കാൻ വേണ്ടി ഒരു ആലിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ആലിനെ വളച്ചെന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിയുമ്പോഴേക്കും അവിടെ കയറി നിന്നാലൊരു എല്ലാം ആയി കഴിയുമ്പോഴേക്കും വേറെ വ്യൂ ആയിട്ട് വരും, ഒരു വ്യൂ പോയിന്റ്, ചെറിയൊരു വ്യൂ പോയിന്റ്. പ്ലാനിങ്സ് ഒക്കെയാണ് അടിപൊളി. പിന്നെ ഇവിടെ തന്നെ സ്വന്തമായിട്ട് വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ ഫാമിലെ തന്നെ വേസ്റ്റുകൾ എടുത്തിട്ട് ഇതിനകത്തിട്ട് കഴിഞ്ഞ് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇവിടെ തന്നെ ഉപയോഗിക്കാം. കമ്പോസ്റ്റ് ആക്കും, വെർമി കമ്പോസ്റ്റ് ആക്കും. ഇതിനകത്ത് മൊത്തം വെർമി കമ്പോസ്റ്റ് ആക്കും, അല്ലാത്ത നോർമൽ കമ്പോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ തന്നെയാണ് മാക്സിമം റീയൂസ് ചെയ്തു പോകുന്നത്. ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ ഇവിടെ തന്നെ അങ്ങ് എടുക്കുകയാണ്. ഹൈറ്റ് വെക്കാത്ത കുരുമുളക്, കുട്ടി കുരുമുളക്. ഇതെന്ന് പറയണെങ്കിൽ താഴെ കുളം കുഴിച്ച ഈ സൈഡ് മൊത്തം പാറയായിരുന്നു. ഇത് ശരിക്കും എന്തായിരുന്നു ഇതിന് മുന്നേ? ഈ ഫാം ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ റബ്ബർ ആയിരുന്നു. റബ്ബർ ആയിരുന്നെങ്കിൽ ഈ ഏരിയയൊക്കെ ഫുൾ പാറകളായിരുന്നു. അപ്പൊ ഇവിടുത്തെ പാറകളൊക്കെ അടിച്ചു പൊട്ടിച്ച് ആ പാറ ഇവിടെ മൊത്തം അടുക്കിയത്. താഴെ കുളം കുഴിച്ചപ്പോ ആ മണ്ണ് കൊണ്ടിട്ട് ലെവൽ ചെയ്ത് പൊക്കിയെടുത്ത് ഈ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ ആദ്യം പുല്ല് വെച്ചു. പിന്നെ ഈ ചരിവ് ചുമ്മാ കളയണ്ടെന്ന് വെച്ചുകൊണ്ടാണ് മൊത്തം കുറ്റിക്കുരുമുളക് വെച്ച് ഇപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈൽഡുണ്ട്. മറ്റേ അകത്ത് ഈൽഡ് കിട്ടൂല, സംതിങ് ഇസ് ബെറ്റർ ദാൻ തേനീച്ച. ഇപ്പം എല്ലാം കൂടി 20 പെട്ടിയുണ്ട്. സെപ്റ്റംബർ ആകുമ്പോഴേക്കും പിന്നെയും പിരിച്ചു 30 പെട്ടിയാക്കണം.
അടുത്ത വർഷം ഈ ഗ്രീൻ ഹൗസിലാണ് നമ്മുടെ പ്രശാന്തി ഏട്ടൻ മലക്കറികളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ചേന, പയറ്, പിന്നെ കുക്കുംബർ. ഏക്കറിൽ പ്രകൃതി രമണീയമായി സെറ്റ് ചെയ്തേക്കുന്ന കളത്തിൽ ഫാമിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടതൊക്കെ. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.